പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ ബി.ജെ.പി. പുലർച്ചെ പ്രഖ്യാപിച്ച രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും പത്തനംതിട്ടയില്ല. വിവരങ്ങളുമായി ശരത് ചേരുകയാണ്. ശരത്, ഇന്ന് പ്രഖ്യാപിച്ച ലിസ്റ്റിലും പത്തനംതിട്ട വന്നിട്ടില്ല. വിശദാംശങ്ങൾ എന്താണ്? പട്ടികയാണ് ഇന്ന് രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ ബി.ജെ.പി. രാവിലെ പുറത്തിറക്കിയത്. ഈ സ്ഥാനാർത്ഥി പട്ടികയിലും നിലവിൽ പത്തനംതിട്ടയിൽ ആര് മത്സരിക്കുമെന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല. 13 സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആദ്യഘട്ടത്തിൽ തന്നെ നടത്തിയപ്പോൾ തന്നെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം എത്രത്തോളം രൂക്ഷമാണ് എന്നുള്ളത് വ്യക്തമായിരുന്നു. അപ്പോൾ സംസ്ഥാനത്തെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തരം ഒരു വിഷയം പത്തനംതിട്ട സീറ്റ് മത്സരിക്കാൻ ന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിഷയവുമില്ല, സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ ഒരു വൈകൽ ഉണ്ടാകുന്നത് എന്നുള്ളതായിരുന്നു നേതാക്കന്മാരുടെ അവകാശവാദം. എന്നാൽ അത് സാങ്കേതിക പ്രശ്നങ്ങളല്ല, മറിച്ച് കൃത്യമായും സീറ്റിനു വേണ്ടി കെ സുരേന്ദ്രനും അതുപോലെ തന്നെ PS ശ്രീധരൻപിള്ളയും തമ്മിലടിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് രണ്ടാം ഘട്ട പട്ടിക. കാരണം രണ്ടാം ഘട്ട പട്ടികയിൽ ഈ കേരളത്തിലെ ഏറ്റവും ഏക ഒഴിവുള്ള സീറ്റ് എന്നുള്ള നിലയിൽ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നുള്ളതായിരുന്നു ബി.ജെ.പി. പറഞ്ഞത്. എന്നാൽ അത് ഉണ്ടായിരിക്കുന്നില്ല. അതിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ തമ്മിലടി ഉണ്ട് എന്നുള്ളത് കേന്ദ്ര നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വവും അംഗീകരിക്കേണ്ടി വരികയാണ്. പത്തനംതിട്ട സീറ്റിനെ ചൊല്ലി വലിയ തർക്കമാണ് നിലവിൽ നിൽക്കുന്നത്. ഇത് പരിഹരിക്കാൻ കേന്ദ്ര നേതൃത്വത്തിനും നിലവിൽ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് എന്നുള്ള നിലയിൽ പത്തനംതിട്ടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ വേണ്ടി ബി.ജെ.പി. ദേശീയ നേതൃത്വം ശ്രമം നടത്തുമ്പോൾ അവിടെ ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കന്മാർ തമ്മിലടി നടത്തുന്ന സാഹചര്യമാണുള്ളത്. RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കെ സുരേന്ദ്രൻ തന്നെ അവിടെ മത്സരിക്കുമെന്നുള്ള നിലയിലേക്ക് ഉള്ള സൂചനകൾ വന്നിരുന്നു. ആദ്യഘട്ടത്തിൽ സംസ്ഥാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് നൽകിയ പട്ടികയിൽ പ്രകാരം കെ സുരേന്ദ്രന് പകരം PS ശ്രീധരൻപിള്ള അവിടെ മത്സരിക്കുമെന്നായിരുന്നു വിവരങ്ങൾ. എന്നാൽ പിന്നീട് RSS വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കെ സുരേന്ദ്രനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചു. ഇതോടുകൂടി PS ശ്രീധരൻപിള്ളയ്ക്ക് സീറ്റേ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമായിരുന്നു. എന്നാൽ പിന്നീട് ശ്രീധരൻപിള്ള പരസ്യമായി തന്നെ തന്റെ അതൃപ്തി പ്രകടമാക്കുമെന്നുള്ള സൂചനകൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതോടുകൂടിയാണ് വീണ്ടും കെ സുരേന്ദ്രനും അതുപോലെ തന്നെ PS ശ്രീധരൻപിള്ളയിലും തട്ടി ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വീണ്ടും വൈകിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ബി.ജെ.പി. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നീക്കം നടത്തുന്നുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങളുമുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിനെ മറുകണ്ഠം ചാടിച്ചുകൊണ്ട് ബി.ജെ.പി. ടിക്കറ്റിൽ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട് എന്നുള്ള സൂചനയുണ്ടായിരുന്നു. ആ നേതാവുമായി മുൻപ് തന്നെ 5-6 മാസം മുൻപ് തന്നെ ചർച്ചയൊക്കെ നടത്തിയതായി വിവരങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു സാധ്യത ഇപ്പോഴും അവസാനിക്കാത്തത് കൊണ്ട് കൂടിയാണ് ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് എന്നുള്ള രീതിയിലും പ്രചരണങ്ങളുണ്ട്. മറ്റൊന്ന് പ്രധാനമായും BDJSന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പത്തനംതിട്ടയിൽ തീരുമാനമെടുത്താൽ മതി എന്നുള്ള ആലോചനകളുണ്ട് എന്നുള്ള ഒരു സൂചനയുമുണ്ട്. അതായത് BDJS മത്സരിക്കുന്ന തൃശൂർ സീറ്റിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നില്ല എങ്കിൽ മാത്രം അവിടെ കെ സുരേന്ദ്രനെ മത്സരിപ്പിക്കുകയും ആ സീറ്റ് BDJSൽ നിന്നും ഏറ്റെടുക്കുക എന്നുള്ള ഒരു ഫോർമുലയും ഒരുപക്ഷെ പരീക്ഷിച്ചേക്കാം. അവിടെയും പ്രശ്നമെന്ന് വെച്ചാൽ ഇതിന് പകരം ഈ തൃശൂർ സീറ്റിന് പകരം BDJSന് മറ്റൊരു സീറ്റ് നൽകേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ ബി.ജെ.പി. 13 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് പ്രചരണം നടത്തുന്ന സാഹചര്യത്തിൽ മറ്റൊരു സീറ്റ് നൽകാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യത എത്രത്തോളം ഫലവത്താകുമെന്ന് ഇപ്പോൾ പറയാനാകില്ല. ഏതായാലും ആ ഒരു സാധ്യതയും ഇപ്പോഴും തുറന്നു നിൽക്കുകയാണ്. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷെ കെ സുരേന്ദ്രനെ അങ്ങോട്ട് മാറ്റുക എന്നുള്ള നീക്കവും നടത്തിയേക്കാം. ഏതായാലും പത്തനംതിട്ട സീറ്റിൽ വലിയ തർക്കം ബി.ജെ.പിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് കൃത്യമായും നേതാക്കന്മാർക്ക് ഇനി പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധമാണുള്ളത്. അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി കണ്ടുകൊണ്ട് പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കന്മാർ ഈ രീതിയിൽ തമ്മിലടിക്കുന്നത് പ്രവർത്തകർ വലിയ പ്രതിഷേധത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. മറ്റ് 13 മണ്ഡലങ്ങളിലും പ്രചരണവുമായി ബി.ജെ.പി. മുന്നോട്ട് പോകുമ്പോൾ ഈ മണ്ഡലത്തിൽ മാത്രം വലിയ ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളത് പത്തനംതിട്ടയെ ചൊല്ലി കേരളത്തിലെ ആകെ ബി.ജെ.പിയുടെ പ്രചരണത്തെയും ബാധിക്കും. കാരണം മുഴുവൻ സംസ്ഥാനത്തെ രാഷ്ട്രീയ ചർച്ചാ വിഷയമായി ഈ ഒരു വിഷയം മാറുന്നു. നേതാക്കന്മാർ തമ്മിലുള്ള ആഭ്യന്തര കലഹം ബി.ജെ.പിക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ള ചർച്ച തന്നെ സംസ്ഥാനത്താകെ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഈ 13 സ്ഥാനാർത്ഥികളുടെയും പ്രചരണത്തെയും ബി.ജെ.പിയുടെ സംസ്ഥാനത്താകെയുള്ള പ്രകടനത്തെ പോലും ബാധിക്കുന്ന
രീതിയിലേക്കുള്ള ഒരു വിഷയമായി ഈ പത്തനംതിട്ട വിഷയം മാറിയിരിക്കുന്നു. അത് ഏതായാലും തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെട്ടാൽ പോലും തെരഞ്ഞെടുപ്പിന് ശേഷവും ഇത് ബി.ജെ.പിയുടെ ആഭ്യന്തര സംഘടനാ സംവിധാനത്തിൽ വലിയ ഒരു പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കും. നേതാക്കന്മാർ ഏതായാലും ഈ വിഷയത്തിൽ അടങ്ങിയിരിക്കാനുള്ള സാധ്യതയില്ല. വി. മുരളീധര പക്ഷത്തിന് ഒട്ടും മേൽക്കൈയില്ലാത്ത ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് ആരവങ്ങളൊക്കെ തന്നെ അവസാനിച്ചാലും ബി.ജെ.പിയിലെ തർക്കങ്ങൾക്ക് യാതൊരു പരിഹാരവും ഉണ്ടാകില്ല. വലിയ തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ശരത്, തമ്മിലടി രൂക്ഷമാണെന്ന് വ്യക്തമാകുമ്പോഴും ബി.ജെ.പി നേതൃത്വം പറയുന്നത് ചില സാങ്കേതിക കാരണങ്ങൾ മാത്രം കൊണ്ടാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വൈകുന്നത് എന്നാണ്. എന്ത് കാരണമാണ് ബി.ജെ.പി നേതൃത്വം ഇതിനായി പറയുന്നത്? രേഷ്മ, ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്യാൻ വേണ്ടി ആദ്യഘട്ടങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ചേർന്നിരുന്നു. ആ തെരഞ്ഞെടുപ്പ് സമിതിയിൽ ചർച്ച ചെയ്ത സ്ഥാനാർത്ഥികളുടെയും സംസ്ഥാനങ്ങളുടെയും ഒക്കെ തന്നെ വിവരങ്ങൾ പൂർണ്ണമായും പ്രഖ്യാപിച്ച ശേഷം മാത്രമേ കേരളത്തിന്റെ പട്ടിക പ്രഖ്യാപിക്കാനാകൂ. അതാണ് ചെറിയ സാങ്കേതിക പ്രശ്നം എന്നുള്ള നിലയിൽ ഇപ്പോഴും നേതാക്കന്മാർ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. കാരണം കേരളം ഉൾപ്പെടെ മൂന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ ഏഴാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിലെ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ആദ്യം തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്ന് തീരുമാനമെടുത്ത പട്ടിക പിന്നീട് പുറത്ത് വിടുന്നതല്ല സംഭവം. മറിച്ച് നേരത്തെ തന്നെ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പത്തനംതിട്ടയിൽ തീരുമാനമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം മറ്റ് 13 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കെ ഈ പത്തനംതിട്ടയെ ചൊല്ലി മാത്രം സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെടുന്നതിൽ യാതൊരു കഴമ്പുമില്ല. കാരണം മറ്റ് പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ ഏറ്റവും അവസാന ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ വരെ ഈ ഒരു പട്ടിക തയ്യാറാക്കിയ സാഹചര്യത്തിൽ എന്തു തന്നെയായാലും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഈ ന്യായീകരണങ്ങൾ നിലവിൽ നിൽക്കുന്നതല്ല. സാങ്കേതിക പ്രശ്നങ്ങൾ എന്ന് ബി.ജെ.പി പേരിട്ട് വിളിക്കുന്നത് ബി.ജെ.പിയുടെ ആഭ്യന്തര കലഹത്തെയും പാർട്ടിക്കുള്ളിലെ അധികാരത്തിന് വേണ്ടി മത്സരിക്കാനുള്ള വടംവലിയെയും തന്നെയാണ് എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ ബി.ജെ.പി പുലർച്ചെ പ്രഖ്യാപിച്ച രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും പത്തനംതിട്ടയില്ല. വിവരങ്ങളാണ് ശരത് നൽകിയത്. ഇടവേള. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ബി.എസ്. യെദ്യൂരപ്പ ബി.ജെ.പി കേന്ദ്ര നേതാക്കൾക്ക് കോടികൾ നൽകിയെന്ന വെളിപ്പെടുത്തലിനെ സജീവ പ്രചരണ വിഷയമാക്കാൻ കോൺഗ്രസ്. മേഹി ചൌക്കിദാർ എന്ന പേരിൽ ബി.ജെ.പി നടത്തുന്ന പ്രചരണത്തിന് വിലങ്ങിടാൻ റഫാലിനൊപ്പം എഡ്ഡി ഡയറിയും വിഷയമാക്കാനാണ് കോൺഗ്രസ് തീരുമാനം. എന്നാൽ മറുപടിയായി ഡി.കെ. ശിവകുമാറിനെതിരായ ആരോപണങ്ങൾ ഉയർത്തിയായിരിക്കും ബി.ജെ.പി പ്രതിരോധിക്കുക. അഴിമതി ആരോപണങ്ങൾ കൊണ്ടും അതിരുവിട്ട ധനസമ്പാദനം കൊണ്ടുമെല്ലാം നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിന്ന കർണാടകയിലെ കോൺഗ്രസ് നേതാവാണ് ഡി.കെ. ശിവകുമാർ. സംസ്ഥാനത്തെ കോൺഗ്രസ് ജെ.ഡി.എസ് സഖ്യ സർക്കാരിനെ താഴെയിറക്കാൻ ബി.ജെ.പി നടത്തിയ ഓപ്പറേഷൻ താമരയെ കോൺഗ്രസ് പരാജയപ്പെടുത്തിയത് ഡി.കെയുടെ തന്ത്രങ്ങളിലൂടെയായിരുന്നു. അതിനാൽ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികൾ എല്ലാ കാലത്തും ഡി.കെ. ശിവകുമാറിന്റെ പിന്നിലുണ്ടായിരുന്നു. 2016 ഡി.കെ. ശിവകുമാറിന്റെ വീട്ടിൽ നടത്തിയ ഒരു റെയ്ഡിലായിരുന്നു യെദ്യൂരപ്പയെയും ബി.ജെ.പി കേന്ദ്ര നേതാക്കളെയും പ്രതിരോധത്തിലാക്കിയ വിവാദ ഡയറിയുടെ വരവ്. റെയ്ഡിനിടെ ഡയറിക്കുറിപ്പിന്റെ പകർപ്പ് ഡി.കെ. തന്നെയാണ് ആദായ നികുതി വകുപ്പിന് നൽകിയത്. എന്നാൽ ഒറിജിനൽ കണ്ടെത്താനായിട്ടില്ലെന്നും രേഖയുടെ ഉറവിടം വ്യക്തമാക്കാൻ ഡി.കെ. ശിവകുമാർ തയ്യാറായില്ലെന്നും ആദായ നികുതി വകുപ്പ് പറയുന്നു. രേഖയുടെ ആധികാരികത സംബന്ധിച്ച തർക്കങ്ങളിൽ തീരുമാനം ആയാലും ഇല്ലെങ്കിലും വിഷയം പ്രചാരണ വിഷയമാക്കി ചർച്ചയാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുക. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് പ്രചാരണ വേദികളിൽ ആരോപണം ഉയർന്നു കേൾക്കും. ഇതിനെ ഡി.കെ. ശിവകുമാറുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകൾ പുറത്തുവിട്ട ബി.ജെ.പി പ്രതിരോധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ബാംഗ്ലൂരിലെ സ്റ്റീൽ ഫ്ളൈ ഓവർ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട ഒരു ഡയറി കണ്ടെത്തിയിട്ടുണ്ടെന്നും അതിൽ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേരുകൾ പരാമർശിക്കുന്നുണ്ടെന്നുമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞത്. ചുരുക്കത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളിൽ കലുഷിതമാകുന്ന ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കെ.പി.സി.സി പ്രസിഡന്റിനെ വെല്ലുവിളിച്ച് കോടിയേരി ബാലകൃഷ്ണൻ. തെരഞ്ഞെടുപ്പിൽ ആർ.എസ്.എസ്, എസ്.ഡി.പി.ഐ വോട്ടുകൾ വേണ്ട എന്ന് പരസ്യമായി പറയാനുള്ള ധൈര്യം മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ടോ എന്ന് കോടിയേരി. കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനമാണ് ബി.ജെ.പിക്ക് ഇത്രയധികം പേരെ സംഭാവന നൽകാൻ കാരണമെന്നും കോടിയേരി പറഞ്ഞു. കേരളത്തിൽ ഭൂരിപക്ഷം സീറ്റുകളിലും ഇടതുപക്ഷം വിജയിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. 20 സീറ്റിലും ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഇതിൽ മലപ്പുറത്തെ മത്സരത്തിൽ തീ പാറുമെന്നും കോടിയേരി പറഞ്ഞു. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സ്വീകരിച്ച മൃദു ഹിന്ദുത്വ സമീപനമാണ് ഇത്രയധികം ആളുകളെ BJP-യിലേക്ക് എത്തിച്ചതെന്നും കോടിയേരി പറഞ്ഞു.
കോലീബി സഖ്യമില്ലെന്ന് വെല്ലുവിളിക്കുന്ന KPCC പ്രസിഡന്റ് RSSന്റെയും SDPIയുടെയും അടക്കമുള്ള സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായി പറയാൻ ധൈര്യമുണ്ടോ എന്നും കോടിയേരി വെല്ലുവിളിച്ചു. ഞങ്ങൾ അവരുടെ വോട്ട് വാങ്ങുന്നില്ലല്ലോ. ഞങ്ങൾ സാധാരണഗതിയിൽ അഭിമന്യുവിനെ കൊന്ന SDPIക്കാരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ആ അഭിമന്യുവിനെ കൊന്ന SDPIയുമായിട്ടാണ് സഖ്യം കോൺഗ്രസ് ഉണ്ടാക്കി അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രചാരവേല ചെയ്യുന്നത്. അഭിമന്യു അവസാനം എഴുതി വെച്ചത് വർഗീയത തുലയട്ടെ എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ മുദ്രാവാക്യം അഭിമന്യു ആ ചുമരിൽ എഴുതിയ മുദ്രാവാക്യമായിരിക്കും. വർഗീയത തുലയട്ടെ എന്നതായിരിക്കും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രചരിപ്പിക്കാൻ പോകുന്നത്. വർഗീയ ശക്തികളുടെ വോട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. പത്തനംതിട്ടയിൽ 3ാം സ്ഥാനത്തേക്ക് പോകുന്ന BJP സ്ഥാനാർത്ഥിക്കായി നേതൃത്വം കാത്തിരിക്കുന്നത് സമുദായ നേതാവിന്റെ സമ്മതത്തിനായെന്നും അദ്ദേഹം പറഞ്ഞു. NSSും SNDPയും അടക്കമുള്ള എല്ലാ വിഭാഗത്തിന്റെ വോട്ടുകളും ഇടതുപക്ഷത്തിന് കിട്ടുമെന്നും കോടിയേരി പറഞ്ഞു. ബലാത്സംഗ കേസിൽ പ്രതികളായവരെ മത്സരിപ്പിക്കുന്ന കോൺഗ്രസ് ആണ് ഇന്ന് ബലാത്സംഗ കേസുകളെ കുറിച്ച് സംസാരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ചെന്നിത്തല സ്വയം ചികിത്സയ്ക്ക് വിധേയനാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കേരള കേന്ദ്ര സർവകലാശാലയിൽ ഗവേഷണ പ്രബന്ധം തിരഞ്ഞെടുക്കാനുള്ള വിദ്യാർത്ഥികളുടെ അവകാശം നിഷേധിച്ച് അധികൃതരുടെ ഉത്തരവ്. സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായുള്ള ഈ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. കേരള സർവകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം പ്രൊഫസർ മീന ടി പിള്ള സ്ഥാനം രാജിവെച്ച് പ്രതിഷേധം പ്രകടിപ്പിച്ചു. സർവകലാശാലകളിൽ ഗവേഷക വിദ്യാർത്ഥികൾക്ക് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിൽ ഗവേഷണം നടത്തുന്നതിന് അവസരം നൽകി വരുന്നതാണ് നിലവിലുള്ള കീഴ്വഴക്കം. ഈയിടെ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം വിളിച്ചു ചേർത്ത കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർമാരുടെ യോഗത്തിൽ ഉണ്ടായ നിർദ്ദേശപ്രകാരമാണ് പ്രബന്ധ വിഷയം തെരഞ്ഞെടുക്കാനുള്ള വിദ്യാർത്ഥികളുടെ അവകാശത്തിന് തടയിടുന്നത്. ദേശീയ മുൻഗണനാ വിഷയങ്ങളിൽ ഗവേഷണം നടത്തണമെന്നാണ് പുതിയ നിർദ്ദേശം. ഇതു സംബന്ധിച്ച് കേരള കേന്ദ്ര സർവകലാശാല ഇറക്കിയ ഉത്തരവിനെതിരെ ഉയരുന്നത് ശക്തമായ പ്രതിഷേധം. കേരള കേന്ദ്ര സർവകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം ഡോക്ടർ മീന ടി പിള്ള സ്ഥാനം രാജിവെച്ചു. ഗവേഷണ വിഷയം തിരഞ്ഞെടുക്കാനുള്ള വിദ്യാർത്ഥികളുടെ സ്വതന്ത്രാവകാശം ഇതോടെ നഷ്ടമായതായി പ്രൊഫസർ മീന ടി പിള്ള പറഞ്ഞു. നാളെ മലയാളം ഭാഷ പഠിക്കണ്ട, ഹിന്ദി പഠിച്ചാൽ മതി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് ആരുടെ പ്രയോറിറ്റിയാണ്? അപ്പം നമ്മളുടെ ഭാഷയും നമ്മളുടെ സംസ്കാരവും നമ്മളുടെ നവോത്ഥാനവും നമ്മളുടെ ചെറിയ ചെറിയ ജീവിതചര്യകളും രീതികളും ഒക്കെ പഠിക്കാൻ അത് ഏത് നാഷണൽ പ്രയോറിറ്റിക്കുള്ളിൽ പെടുത്തും? അത് എന്ത് തരം പ്രസക്തം അപ്രസക്തം എന്നുള്ള ദ്വന്ദ്വത്തിനുള്ളിൽ നിർത്തിക്കൊണ്ട് നമ്മൾ പഠിക്കും? ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. പ്രാദേശിക പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ഗവേഷണം നടത്താനുള്ള വിദ്യാർത്ഥികളുടെ അവകാശം പുതിയ ഉത്തരവ് പ്രകാരം നഷ്ടമാകും. ദേശീയ മുൻഗണന പ്രാധാന്യ വിഷയമെന്നത് സംഘപരിവാർ താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള ഗവേഷണമായി പരിമിതപ്പെടുമെന്നാണ് പൊതുവെയുള്ള ആശങ്ക. കേന്ദ്ര സർവകലാശാല നീക്കത്തിൽ AKPCTA പ്രതിഷേധം രേഖപ്പെടുത്തി. സണ്ണി ജോസഫ്, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായതോടെ പ്രചരണ രംഗം ചൂടുപിടിക്കുന്നു. അങ്കത്തട്ടിലേക്ക് ആദ്യമിറങ്ങിയ ഇടതുപക്ഷ സ്ഥാനാർത്ഥി P. രാജീവ് 2ാം ഘട്ടവും കടന്ന് പരസ്യപ്രചരണത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. പടലപ്പിണക്കങ്ങളും പരസ്യ പ്രതിഷേധവും മഞ്ഞുരുക്കി UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡനും മണ്ഡലത്തിൽ സജീവമാണ്. അതേസമയം BJPയുടെ അൽഫോൺസ് കണ്ണന്താനമാകട്ടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മണ്ഡലത്തിൽ ഇതുവരെ എത്തിയിട്ടുമില്ല. മുൻ രാജ്യസഭാ MPയും MLAയും കേന്ദ്രമന്ത്രിയും പരസ്പരം പോരാടുന്ന മണ്ഡലമാണ് എറണാകുളം. ജനപ്രതിനിധികളായിരുന്നതിനാൽ വോട്ടർമാർക്കിടയിൽ പറയാൻ സ്ഥാനാർത്ഥികൾക്ക് നേട്ടങ്ങൾ നിരവധി. ആദ്യം അങ്കത്തട്ടിലിറങ്ങിയ ഇടതുപക്ഷ സ്ഥാനാർത്ഥി P. രാജീവ് 2ാം ഘട്ടവും പൂർത്തിയാക്കി പരസ്യപ്രചാരണത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ഒരു ദിവസം ഒരു നിയമസഭാ മണ്ഡലം എന്ന ക്രമത്തിൽ 29 വരെ ആദ്യഘട്ട പ്രചരണവും ആരംഭിച്ചു. എല്ലായിടത്തും വലിയ ആവേശമാണ് വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്നതെന്ന് P. രാജീവ്. മുന്നണി നല്ല ആവേശത്തിലാണ്. എന്നാൽ ഞങ്ങൾ ഇനി വേറെ മുന്നോട്ട് പോകാനുണ്ട്. എല്ലാം പൂർത്തീകരിച്ചുള്ളതല്ല. ഇനിയും ഞങ്ങൾ എത്തിച്ചേരാത്ത ഒത്തിരിയേറെ ജനങ്ങളുണ്ട്. ഞങ്ങൾ എത്തിച്ചേരാൻ പറ്റാത്ത വീടുകളുണ്ടായിരിക്കും, വോട്ടർമാരുണ്ടായിരിക്കും. ഞങ്ങൾ വളരെ മുമ്പിലാണ് എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ ഇനിയും ഏറെ മുന്നേറാനുണ്ട്, ഇനിയും ഏറെ ജനങ്ങളിലേക്ക് എത്താനുണ്ട്, ഇനിയും ഏറെ വീടുകളിലേക്ക് എത്താനുണ്ട്. ആ കാഴ്ചപ്പാടോടുകൂടി കുറെ കൂടി തീവ്രമായി പ്രവർത്തിക്കാനാണ് മുന്നണിയാകെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടിക വൈകിയതും സീറ്റ് മോഹിച്ചിരുന്നവരുടെ പ്രതിഷേധവും UDF ക്യാമ്പിൽ ആദ്യം അങ്കലാപ്പുണ്ടാക്കിയെങ്കിലും പ്രചാരണത്തിൽ ഹൈബി ഈഡനും സജീവമായി കഴിഞ്ഞു. ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കാനുള്ള തിരക്കിലാണ് MLA. കേരളത്തിലേക്ക് ഇതുവരെ തിരിച്ചെത്താത്ത KV തോമസിനെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് മണ്ഡലത്തിൽ എത്തിക്കുമെന്ന പ്രതീക്ഷയും സ്ഥാനാർത്ഥി പങ്കുവച്ചു. അദ്ദേഹം ഒരു മുതിർന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട എറണാകുളത്തിന്റെ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതൃത്വം ആയി അദ്ദേഹം നടത്തുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കൊച്ചിയിലേക്ക് ലോക്സഭാ മണ്ഡലം കൺവെൻഷനുകൾക്കും എല്ലാ നിയമസഭാ മണ്ഡലം കൺവെൻഷനുകൾക്കും വലിയ ആവേശമാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.
എറണാകുളം തന്റെ രണ്ടാമത്തെ വീടാണെന്ന് പ്രഖ്യാപിച്ച BJP സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനം ഇതുവരെ മണ്ഡലത്തിൽ എത്തിയിട്ടുമില്ല. വരും ദിവസങ്ങളിൽ BJP സ്ഥാനാർത്ഥി കൂടി എത്തുന്നതോടെ എറണാകുളം മണ്ഡലം പ്രചാരണ പ്രവർത്തനങ്ങളാൽ കൂടുതൽ സജീവമാകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ നിയമസഭാ മണ്ഡല പര്യടനത്തിന് പൂഞ്ഞാറിൽ തുടക്കമായി. പര്യടനത്തിന്റെ ഉദ്ഘാടനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം വിശ്വൻ നിർവഹിച്ചു. ഉത്സവമാസത്തിൽ ഉത്സവങ്ങളെ വെല്ലുന്ന പൈട്ടോടെയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ നിയമസഭാ മണ്ഡല പര്യടനത്തിന് തുടക്കമായത്. രാവിലെ മുതൽ പൂഞ്ഞാർ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് എത്തിയ വീണ ജോർജിനെ ഇടതുമുന്നണി പ്രവർത്തകർ ഇലങ്കാട് ബസ് സ്റ്റാൻഡ് മൈതാനത്ത് നിന്നാണ് സ്വീകരിച്ചത്. തുടർന്ന് തുറന്ന ജീപ്പിൽ നൂറുകണക്കിന് ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ ഏന്തയാറിലേക്ക് ആനയിച്ചു. പൂക്കളും പൂമാലകളും നൽകി വീണ ജോർജിനെ സ്വീകരിക്കാൻ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകളാണ് എത്തിച്ചേർന്നത്. വെടിക്കെട്ടും ചെണ്ടമേളവും നാസിക് ഡോളും എല്ലാം കലർന്ന ഉത്സവ അന്തരീക്ഷത്തിൽ ഏന്തയാർ ജംഗ്ഷൻ ഒരു ജനസമുദ്രമായി മാറി. ഇടതുപക്ഷം എന്നും ജനങ്ങളുടെ ഹൃദയപക്ഷത്ത് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു വീണ ജോർജിന് ലഭിച്ച വരവേൽപ്പ്. തുടർന്ന് നടന്ന യോഗം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം വിശ്വൻ ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ ശബ്ദം അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനും ഇടതുപക്ഷ സാന്നിധ്യം ഉറപ്പിക്കാനും ജനകീയ താൽപര്യങ്ങൾ പരിരക്ഷിക്കാനും വീണ ജോർജിന്റെ വിജയം അനിവാര്യമാണെന്ന് വൈക്കം വിശ്വൻ പറഞ്ഞു. നമ്മുടെ നാടിന്റെ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് വരാൻ ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിന്റെ തനതായ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ പൊതു താൽപര്യം ഉയർത്തിപ്പിടിക്കാനുള്ള അതിശക്തമായ കരുത്തോടുകൂടിയും പത്തനംതിട്ടയുടെ ശബ്ദം അവിടെ ഉയരണം, അതിനനുസരിച്ചു നിൽക്കണം. നാടിന്റെ ശബ്ദം അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനും ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ സാന്നിധ്യം ഉറപ്പിക്കാനും അതോടുകൂടി ജനകീയ താൽപര്യം പരിരക്ഷിക്കാനും കഴിയുന്ന രീതിയിലുള്ള വമ്പിച്ച രീതിയിലുള്ള ഒരു നീക്കത്തിന് പത്തനംതിട്ടയിലെ ജനത ഈ തയ്യാറെടുപ്പ് നടത്തണം. LDF നേതാക്കളായ KJ തോമസ്, അഡ്വക്കേറ്റ് K അനന്തഗോപൻ, KP ഉദയഭാനു, അഡ്വക്കേറ്റ് P ഷാനവാസ്, AP ജയൻ, CK ശശിധരൻ, തോമസ് കുന്നപ്പള്ളി തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ തോട്ടം തൊഴിലാളികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. ആരതി ഒഴിഞ്ഞും ആശീർവദിച്ചും തൊഴിലാളികളുടെ പ്രതിനിധിയെ അവർ സ്വീകരിച്ച് വിജയാശംസ നേർന്നു. കുളത്തുപുഴ RPL എസ്റ്റേറ്റിലെ ശ്രീലങ്കൻ തമിഴ് വംശജരോടാണ് KN ബാലഗോപാൽ വോട്ട് അഭ്യർത്ഥിച്ചത്. തൊഴിലാളികളുടെ ഏക പ്രതിനിധിയെ അവർ ആരതി ഒഴിഞ്ഞും മാലയിട്ടും സ്വീകരിച്ചു. എല്ലാവർക്കും ഒറ്റ ആവശ്യം, ജയിച്ചു വരിക. അതിന് KN ബാലഗോപാലിന്റെ മറുപടി: പുതുതായിട്ട് മതനിരപേക്ഷ ഗവൺമെന്റ് വന്നാൽ നല്ല നിലപാടെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം, പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള അവസരം, തൊഴിലാളിക്ക് കൂലി കിട്ടാനുള്ള അവസരം, വ്യവസായം നിൽക്കാനുള്ള അവസരം, ആ അവസരമൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇടതുപക്ഷം വേണം. കോൺഗ്രസും UDF മാത്രം വന്നാൽ എന്താ, UDFിലെ ആളുകൾ ചിലപ്പോൾ ഇതിന്റെ കൂടെ നിൽക്കത്തില്ല, അവർ BJP ചേർന്നുകൊണ്ടിരിക്കുക. സ്വീകരണത്തിനിടെ RPLിലെ ഫുട്ബോൾ താരങ്ങളുമൊത്ത് അല്പനേരം ചെലവിട്ടു. പിന്നെ സെൽഫിക്കും സമയം കണ്ടെത്തി. തോട്ടം മേഖലയിലെ തേരോട്ടം തുടർന്നു. എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും തിരികെയും ബാലഗോപാൽ മാലയിട്ടും ഷോളണിയിച്ചും ചിലരെ ആദരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പും പാർട്ടി ജില്ലാ സെക്രട്ടറിയായിരിക്കെ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടതിന്റെ സ്മരണ തൊഴിലാളികൾക്കും ഉണ്ടായിരുന്നു. വിശ്വാസിയായ ചിത്രയാണ് ഇവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് ആരതി ഒഴിഞ്ഞ് സ്വീകരണം നൽകുന്നത്. കുളത്തുപുഴയിൽ നിന്ന് രാജ്കുമാർ. ഹൈറേഞ്ചിൽ പ്രചാരണം ശക്തമാക്കി ഇരു മുന്നണികളും. വികസന തുടർച്ചയ്ക്ക് LDF വോട്ട് ചോദിക്കുമ്പോൾ ഇടുക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് UDF. ജോയ്സ് ജോർജിന്റെ രണ്ടാംഘട്ട പര്യടനം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ഡീൻ കുര്യാക്കോസിന്റെ പ്രചരണാർത്ഥമുള്ള നേതൃസംഗമങ്ങൾ പൂർത്തിയായിട്ടേയുള്ളൂ. MP എന്ന നിലയിൽ നടപ്പിലാക്കിയ 4750 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, പ്രളയാനന്തര ഇടുക്കിക്ക് ഇടത് സർക്കാരിന്റെ 5000 കോടിയുടെ പാക്കേജ്. വോട്ടഭ്യർത്ഥിക്കുമ്പോൾ സിറ്റിംഗ് MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് അനുകൂല ഘടകങ്ങൾ ഏറെയുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ജനപ്രതിനിധി എന്ന നിലയിൽ ഇവിടുത്തെ ജനങ്ങളോടൊപ്പം അവരുടെ ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ടും എല്ലാ പ്രതിസന്ധികളിലും അവർക്കൊപ്പം നിന്നുകൊണ്ടുമൊക്കെ പ്രവർത്തിക്കുകയായിരുന്നു. 100% സുതാര്യമായ പ്രവർത്തനമാണ് നമ്മൾ നടത്തിയിരുന്നത്. ജനങ്ങളുടെ മുമ്പിൽ അവർക്കൊപ്പമാണ് ജീവിച്ചത്. ജോയ്സിന്റെ രണ്ടാംഘട്ട പര്യടനം അവസാന ഘട്ടത്തിലാണ്. 26 മുതൽ പൊതുപര്യടനം ആരംഭിക്കും. അതേസമയം തെറ്റിദ്ധാരണ കൊണ്ടാണ് കഴിഞ്ഞ തവണ താൻ പരാജയപ്പെട്ടതെന്നും ഇത്തവണ അതുണ്ടാകില്ലെന്നും UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പറയുന്നു. കൃഷിക്കാർക്കൊപ്പം, തൊഴിലാളികൾക്കൊപ്പം
നിരവധിയായ പ്രവർത്തന രംഗങ്ങളിൽ അവരുടെ കർമ്മമണ്ഡലങ്ങളിൽ ഒരുപക്ഷെ ഒരു സാധാരണക്കാരനെ പോലെ തന്നെ അവരോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി ഇപ്പോൾ വീണ്ടും സ്ഥാനാർത്ഥിയായി വരുമ്പോൾ വിജയിക്കുമെന്നുള്ള ഒരു തലത്തിലേക്ക് ആത്മവിശ്വാസം ഉയർത്തിക്കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡീനിന്റെ പ്രചാരണാർത്ഥമുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെ നേതൃസംഗമങ്ങൾ പൂർത്തിയായി. പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ കഴിയുന്നതോടെ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പൊതുപര്യടനം ആരംഭിക്കും. മലയോര ജനത ഇത്തവണയും നെഞ്ചേറ്റുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ LDFും കാറ്റ് മാറിവീശുമെന്ന പ്രതീക്ഷയോടെ UDFും പ്രചാരണ രംഗത്ത് സജീവമാണ്. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. പ്രചരണ പരിപാടികളുടെ തിരക്കിനിടയിലും ലോക ജലദിനത്തിന്റെ സന്ദേശം ജനങ്ങളിൽ എത്തിച്ച് എറണാകുളത്തെ LDF സ്ഥാനാർത്ഥി P. രാജീവ്. കളമശ്ശേരി കങ്ങരപ്പടിയിലാണ് P. രാജീവിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം യുവാക്കൾ കുളം വൃത്തിയാക്കിയത്. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ തന്നെ നടപ്പിലാക്കി വന്ന പദ്ധതിയുടെ വികസന തുടർച്ച ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് P. രാജീവ് പറഞ്ഞു. ചുട്ടുപൊള്ളുന്ന വെയിൽ വകവയ്ക്കാതെ സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ കാണാൻ നെട്ടോട്ടമിടുമ്പോൾ എറണാകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി P. രാജീവ് കുളം വൃത്തിയാക്കുന്ന തിരക്കിലാണ്. പ്രളയം ഏറെ നഷ്ടമുണ്ടാക്കിയ തന്റെ മണ്ഡലത്തിൽ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ജനങ്ങളിലെത്തിക്കുകയാണ് ലോക ജലദിനത്തിൽ സ്ഥാനാർത്ഥി. കളമശ്ശേരിയിലെ കങ്ങരപ്പടിയിൽ നശിച്ചു കിടന്ന മുനിസിപ്പൽ കുളമാണ് ഒരു കൂട്ടം യുവാക്കൾക്കൊപ്പം ചേർന്ന് സ്ഥാനാർത്ഥി വൃത്തിയാക്കിയത്. എറണാകുളത്ത് പാർട്ടിയുടെ അമരക്കാരനായിരിക്കെ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ 60ഓളം കുളങ്ങൾ വൃത്തിയാക്കുകയും 50,000-ലധികം മഴക്കുഴികൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് പ്രചരണ പരിപാടിക്കിടെ എത്തിയതെന്ന് P. രാജീവ്. പ്രളയത്തിന് ശേഷം കാലാവസ്ഥ വ്യതിയാനം നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ വികസന കാഴ്ചപ്പാടുകളിൽ പാരിസ്ഥിതികമായിട്ടുള്ള ഒരു അവബോധം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടതുണ്ട്. കുറെ കൂടി പച്ചപ്പാർന്ന ഒരു ഇടമായി കേരളത്തെ മാറ്റി തീർക്കേണ്ടതുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾക്ക് ഇതിനു മുൻപ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നേതൃത്വം നൽകിയിട്ടുണ്ട്. MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നന്നായി എല്ലാ വിഭാഗം ആളുകളെയും അണിനിരത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ജില്ലാ സെക്രട്ടറി ആയിരിക്കെ P. രാജീവ് നടപ്പാക്കിയ ജൈവ കൃഷിയും വിഷുരഹിത പച്ചക്കറി വിപണനവുമെല്ലാം ജനശ്രദ്ധയെ ആകർഷിച്ചിരുന്നു. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കൂടുതൽ വികസന തുടർച്ച നൽകാനാകുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ക്യാമ്പസുകൾക്ക് പ്രിയങ്കരനായി വിദ്യാർത്ഥികളുടെ പിന്തുണ ഉറപ്പിച്ച് കാസർഗോഡ് LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ. വ്യക്തികളെയും ക്യാമ്പസുകളും സന്ദർശിച്ച് 2 വട്ടം മണ്ഡലത്തിൽ പര്യടനം നടത്തിയ ഈ പഴയ വിദ്യാർത്ഥി യുവജന നേതാവിന് കൂടുതൽ ആവേശം പകർന്നു നൽകിയതും കലാലയങ്ങളാണ്. രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് വിദ്യാർത്ഥികളും യുവജനങ്ങളുമാണെന്ന് KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിച്ച് വോട്ടഭ്യർത്ഥിക്കുന്ന പ്രവർത്തനത്തിലായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചയായി കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ. രാഷ്ട്രത്തിന്റെ ഗതിയും ഭാവിയും നിർണ്ണയിക്കുന്നതിൽ എന്നും മുൻനിരയിലാണ് യുവജനങ്ങളും വിദ്യാർത്ഥികളും. ഇത് തിരിച്ചറിയുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട കലാലയങ്ങളും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സന്ദർശിച്ച് വിദ്യാർത്ഥികളുടെ പിന്തുണ തേടി. 2 ആഴ്ചത്തെ പര്യടനത്തിനിടയിൽ KP സതീഷ് ചന്ദ്രൻ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ക്യാമ്പസുകളെല്ലാം സന്ദർശിച്ചു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ക്യാമ്പസുകളിൽ സതീഷ് ചന്ദ്രന് പിന്തുണയുമായി എത്തിയത്. ഓരോ ക്യാമ്പസിലെയും വരവേൽപ്പുകൾ സ്ഥാനാർത്ഥിക്ക് അവിസ്മരണീയ അനുഭവങ്ങളായി മാറി. രാജ്യത്തിന്റെ ഭാഗധേയം നിർണ്ണയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ യുവജനങ്ങളും വിദ്യാർത്ഥികളും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കണമെന്ന് സതീഷ് ചന്ദ്രൻ അഭ്യർത്ഥിച്ചു. ഈ 2 ആഴ്ചക്കാലത്തെ പര്യടനത്തിൽ അനുഭവപ്പെട്ടത് LDF മുന്നോട്ട് വെക്കുന്ന സന്ദേശത്തിന് അനുകൂലമായി എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും വലിയ പിന്തുണയാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ വലിയ മുന്നേറ്റമാണ് LDFന് അനുകൂലമായി ഉള്ളത്. 2ാം വട്ടം പര്യടനവുമായി എത്തിയ KP സതീഷ് ചന്ദ്രന് പയ്യന്നൂർ നിയമസഭാ മണ്ഡലം ഊഷ്മളമായി വരവേറ്റു. പയ്യന്നൂർ നഗരത്തിലും തൊഴിൽശാലകളിലും ക്യാമ്പസുകളിലും വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലും അദ്ദേഹം വോട്ടഭ്യർത്ഥിച്ചു. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ UDF പയ്യന്നൂർ കല്യാശ്ശേരി മണ്ഡലം കൺവെൻഷനുകളിൽ പങ്കെടുത്തു. BJP സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാർ ഇന്ന് മുതൽ പ്രചാരണത്തിന് തുടക്കം കുറിക്കും. LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ ഇന്ന് മുതൽ കല്യാശ്ശേരി മണ്ഡലത്തിൽ പൊതു സ്വീകരണ കേന്ദ്രങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് 2ാം വട്ട പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. പ്രവാസ ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ മെഗാ ഷോ ആയി കൈരളി TV ഇശൽ ലൈല. മലയാള ചലച്ചിത്ര രംഗത്തെ പ്രതിഭകളുടെ അപൂർവ സംഗമം കൂടിയായിരുന്നു കൈരളി TV ദുബായിൽ സംഘടിപ്പിച്ച ഇശൽ ലൈല.
മാപ്പിളപ്പാട്ടുകളുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച കൈരളി TV ഇഷൽ ലൈല അവാർഡ് നിശയുടെ 5ാമത് പതിപ്പാണ് ദുബായ് ഇത്തിസലാത്ത് അക്കാദമിയിൽ നടന്നത്. മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാനുമായ മമ്മൂട്ടിയുടെ സാന്നിധ്യം അവാർഡ് നിശയെ ശ്രദ്ധേയമാക്കി. മോഹൻലാൽ, പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ടോവിനോ തോമസ്, മുരളി ഗോപി, ആശ ശരത് തുടങ്ങിയവരുടെ സാന്നിധ്യവും ഇഷൽ ലൈലയെ വേറിട്ടതാക്കി. സംഗീതരംഗത്ത് അതുല്യ സംഭാവനകൾ നൽകിയ ഗന്ധർവ ഗായിക KS ചിത്ര, സംഗീത സംവിധായകൻ ഗോപി സുന്ദർ, അഫ്സൽ, അൻഷി ഫാത്തിമ എന്നിവർക്ക് മമ്മൂട്ടി അവാർഡുകൾ സമ്മാനിച്ചു. മാപ്പിളപ്പാട്ട് പരിപോഷിപ്പിക്കാൻ കൈരളി TV നടത്തുന്ന ശ്രമങ്ങൾക്ക് ലഭിക്കുന്ന പിന്തുണ ഏറെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മമ്മൂട്ടി പറഞ്ഞു. മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന ഒരു സംഗീത ശാഖ ഇത്രത്തോളം ജനകീയമാക്കിയെടുത്തത് കൈരളിയാണെന്ന് അറിയുന്നതിലും പറയുന്നതിലും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അത് സാമാന്യ ജനങ്ങളിലേക്കും സാധാരണക്കാരിലേക്കും അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ, ഒരു സമൂഹത്തിന്റെ, ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം സംഗീതമല്ല, കലയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ കൈരളിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ 5ാമത്തെ സീസണാണ്. ഓരോ പ്രാവശ്യവും ഈ സംഗീത ശാഖയെ അല്ലെങ്കിൽ ഈ സംഗീതത്തെ അല്ലെങ്കിൽ സംഗീത വിഭാഗത്തെ ഞങ്ങളാൽ കഴിവത് ഞങ്ങൾ തേച്ചു മെനുക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യവും ഇതിന്റെ പ്രഭ, സൗന്ദര്യവും സംഗീതവും എല്ലാം വർദ്ധിച്ചു വരുന്നതായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ KS ചിത്ര ആലപിച്ചത് എല്ലാവരുടെയും മനം കവർന്നു. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബിട്ടാസ്, ഡയറക്ടർ VK അഷ്റഫ്, MK ഗ്രൂപ്പ് ഇന്റർനാഷണൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി MA, കൈരളി TV മിഡിൽ ഈസ്റ്റ് ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ EM അഷ്റഫ് എന്നിവർ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്തു. മോഹൻലാലിന്റെ പുതിയ ചിത്രമായ ലൂസിഫറിന്റെ ട്രെയിലറിന്റെ അവതരണവും ഇഷൽ ലൈല വേദിയിൽ നടന്നു. ചിത്രത്തിലെ താരങ്ങൾക്കൊപ്പം നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും വേദിയിലെത്തി. മമ്മൂട്ടിയാണ് ലൂസിഫറിന്റെ ട്രെയിലർ അവതരിപ്പിച്ചത്. ഒരു അഡാർ ലവ് നായിക നൂറിൻ ഷെരീഫ്, നടി മിയ ജോർജ് എന്നിവർ നൃത്തച്ചുവടുമായി ഇഷൽ ലൈല വേദിയെ ആവേശത്തിലാക്കി. ഗായകരായ അഫ്സൽ, റിമി ടോമി എന്നിവർ ഇഷൽ ലൈലയിൽ സംഗീത മഴയൊരുക്കി. കാരനിസാരം സീരിയൽ താരങ്ങളുടെ പ്രകടനവും ഇഷൽ ലൈല വേദിയുടെ മാറ്റുകൂട്ടി. UAE ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ ഫാഷൻ ഷോയുമായി ഇഷൽ ലൈല വേദിയിലെത്തിയത് ഏറെ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, ദുബായ്. KPCC പ്രസിഡന്റിനെ വെല്ലുവിളിച്ച കോടിയേരി ബാലകൃഷ്ണൻ. തെരഞ്ഞെടുപ്പിൽ RSS SDPI വോട്ടുകൾ വേണ്ട എന്ന് പരസ്യമായി പറയാനുള്ള ധൈര്യം മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ടോ എന്ന കോടിയേരി. കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനമാണ് BJPക്ക് ഇത്രയധികം പേരെ സംഭാവന നൽകാൻ കാരണമെന്നും കോടിയേരി പറഞ്ഞു. കേരളത്തിൽ ഭൂരിപക്ഷം സീറ്റുകളിലും ഇടതുപക്ഷം വിജയിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. 20 സീറ്റിലും ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഇതിൽ മലപ്പുറത്തെ മത്സരത്തിൽ തീ പാറുമെന്നും കോടിയേരി പറഞ്ഞു. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സ്വീകരിച്ച മൃദു ഹിന്ദുത്വ സമീപനമാണ് ഇത്രയധികം ആളുകളെ BJPയിലേക്ക് എത്തിച്ചതെന്നും കോടിയേരി പറഞ്ഞു. കോലീബി സഖ്യമില്ലെന്ന് വെല്ലുവിളിക്കുന്ന KPCC പ്രസിഡന്റ് RSSന്റെയും SDPIയുടെയും അടക്കമുള്ള സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായി പറയാൻ ധൈര്യമുണ്ടോ എന്നും കോടിയേരി വെല്ലുവിളിച്ചു. ഞങ്ങൾ അവരുടെ വോട്ട് വാങ്ങുന്നില്ലല്ലോ. ഞങ്ങൾ സാധാരണഗതിയിൽ അഭിമന്യുവിനെ കൊന്ന SDPIക്കാരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ആ അഭിമന്യുവിനെ കൊന്ന SDPIയുമായിട്ടാണ് സഖ്യം കോൺഗ്രസ് ഉണ്ടാക്കി അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രചാരവേല ചെയ്യുന്നത്. അഭിമന്യു അവസാനം എഴുതി വെച്ചത് വർഗീയത തുലയട്ടെ എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ മുദ്രാവാക്യം അഭിമന്യു ആ ചുമരിൽ എഴുതിയ മുദ്രാവാക്യമായിരിക്കും. വർഗീയത തുലയട്ടെ എന്നതായിരിക്കും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രചരിപ്പിക്കാൻ പോകുന്നത്. വർഗീയ ശക്തികളുടെ വോട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. പത്തനംതിട്ടയിൽ 3ാം സ്ഥാനത്തേക്ക് പോകുന്ന BJP സ്ഥാനാർത്ഥിക്കായി നേതൃത്വം കാത്തിരിക്കുന്നത് സമുദായ നേതാവിന്റെ സമ്മതത്തിനായെന്നും അദ്ദേഹം പറഞ്ഞു. NSSും SNDPയും അടക്കമുള്ള എല്ലാ വിഭാഗത്തിന്റെ വോട്ടുകളും ഇടതുപക്ഷത്തിന് കിട്ടുമെന്നും കോടിയേരി പറഞ്ഞു. ബലാത്സംഗ കേസിൽ പ്രതികളായവരെ മത്സരിപ്പിക്കുന്ന കോൺഗ്രസ് ആണ് ഇന്ന് ബലാത്സംഗ കേസുകളെ കുറിച്ച് സംസാരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ചെന്നിത്തല സ്വയം ചികിത്സയ്ക്ക് വിധേയനാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.
പാവങ്ങളുടെ പടത്തലവൻ AKGക്ക് 42ാം ചരമവാർഷിക ദിനത്തിൽ നാടിന്റെ സ്മരണാഞ്ജലി. AKGയുടെ ജന്മനാടായ കണ്ണൂർ പെരളശ്ശേരിയിൽ ആയിരങ്ങൾ പങ്കെടുത്ത അനുസ്മരണ റാലി CPIM PB അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. AKG ദിന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർക്ക് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. രാജ്യത്തിന്റെ ഭാവി നിർണയിക്കുന്ന നിർണായക തിരഞ്ഞെടുപ്പ് വേളയിൽ അത്യന്തം ആവേശത്തോടെയാണ് AKGയുടെ സ്മരണ പുതുക്കിയത്. AKGയുടെ ജന്മനാടായ കണ്ണൂർ പെരളശ്ശേരിയിൽ അനുസ്മരണ റാലി ജനപങ്കാളിത്തം കൊണ്ട് ഇടതുപക്ഷത്തിന്റെ ശക്തി പ്രകടനമായി. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് റാലി ഉദ്ഘാടനം ചെയ്തു. The Congress party, though it is the main opposition party, is today not strong enough. Neither is it effective enough to single-handedly fight the BJP. Therefore, we said there are a number of regional parties which are important who can play a role in defeating the BJP. അനുസ്മരണ റാലിയിൽ പങ്കെടുക്കാനെത്തിയ കണ്ണൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർക്ക് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. ഈ കഴിഞ്ഞ 3 വർഷക്കാലത്തെ LDF സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും, യാതൊരു സംശയവുമില്ല. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, CITU നേതാവ് KP സഹദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ കാൾടെക്സ് ജംഗ്ഷനിലെ AKG പ്രതിമയിലും പെരളശ്ശേരിയിലെ AKG സ്മൃതി മണ്ഡപത്തിലും CPIM നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഇടതുപക്ഷത്തിന് ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. LDF ഇടുക്കി പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഹൈറേഞ്ച് സംരക്ഷണ സമിതി പിന്തുണയ്ക്കുന്ന ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ചെറുതോണിയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. വൈദ്യുതി വകുപ്പ് മന്ത്രി M. M. മണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തുറമുഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയൻ നയിക്കുന്ന ഭരണകൂടത്തിന്റെ ജനക്ഷേമകരമായ പരിപാടികൾ ഘട്ടങ്ങളും ഒരു ഘടകം, കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികളിൽ വേണ്ട വിധാനമായ വിഭാഗം, പിന്നെ ഞങ്ങൾ അവതരിപ്പിച്ച സ്ഥാനാർത്ഥികളുടെ ഈ 3 കാര്യങ്ങളും വളരെ അനുകൂലമായ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ചെയർമാൻ KK ശിവരാമൻ, സെക്രട്ടറി ഗോപി കോട്ടമുറിക്കൽ, LDF നേതാക്കളായ CV വർഗീസ്, PK വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റിംഗ് MP കൂടിയായ ജോയ്സ് ജോർജിന്റെ 2ാം ഘട്ട പര്യടനമാണ് പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. രാജ്യത്ത് ജനാധിപത്യം പുലരാൻ ഇടതുപക്ഷം വിജയിക്കണമെന്ന LDF ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ A. സമ്പത്ത്. LDF സർക്കാരിന്റെ നേട്ടങ്ങളും മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളും തനിക്ക് മികച്ച വിജയം നേടിത്തരുമെന്നും അദ്ദേഹം പറഞ്ഞു. കൈരളി TV ആസ്ഥാന മന്ദിരത്ത് ജീവനക്കാരോട് വോട്ട് അഭ്യർത്ഥിക്കാൻ എത്തിയതായിരുന്നു സമ്പത്ത്. കൈരളി TV ആസ്ഥാന മന്ദിരത്തിലെത്തിയ ഡോക്ടർ സമ്പത്തിന് ജീവനക്കാർ ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. ജീവനക്കാർക്ക് വേണ്ടി കൈരളി മീഡിയ ക്ലബ് സെക്രട്ടറി B. സുനിൽ ഷാളണിയിച്ച് സമ്പത്തിനെ സ്വീകരിച്ചു. പിന്നീട് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെത്തി അദ്ദേഹം വോട്ടർമാരെ കണ്ടു. BJP വീണ്ടും അധികാരത്തിലെത്തിയാൽ രാജ്യത്ത് ജനാധിപത്യം അപകടത്തിലാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. കേരളം ഒരു മാതൃകയാണ്. ആ മാതൃക ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിലും അങ്ങനെ തന്നെ പ്രതിഫലിക്കുമെന്നതാണ് എൻ്റെ വിശ്വാസം. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും അത്ഭുതകരമായ വിജയം, VSന്റെ ഭാഷയിൽ ആ കടമെടുത്ത് ഞാൻ പറയുകയാണെങ്കിൽ വാക്കുകൾ, തിളക്കമാർന്ന അസൽ വിജയം കേരളത്തിൽ LDFന് ജനങ്ങൾ സമ്മാനിക്കും എന്നതാണ് വിശ്വാസം. മണ്ഡലത്തിൽ താൻ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടങ്ങളും LDFന് സംസ്ഥാനത്ത് മികച്ച വിജയം സമ്മാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വഞ്ചിവീട് മാതൃകയിൽ ഒരു തിരഞ്ഞെടുപ്പ് ഓഫീസ്. കോട്ടയം ജില്ലയിലെ ഐമനം കല്ലുമട പാലത്തിന് സമീപമാണ് ഈ തിരഞ്ഞെടുപ്പ് കാഴ്ച. LDFന്റെ 133ാം നമ്പർ ബൂത്ത് കമ്മിറ്റിയാണ് വഞ്ചിവീട് ഓഫീസ് നിർമ്മിച്ചത്. കേവലം ഒരു വഞ്ചിവീടല്ലിത്. പ്രളയം ആർത്തിരമ്പിയപ്പോൾ അയമനത്തുകാർ അനുഭവിച്ചറിഞ്ഞ രക്ഷാപ്രവർത്തനത്തിന്റെ പ്രതീകമാണിത്. അന്ന് ദുരന്തമുഖത്ത് ഇവരുടെ രക്ഷകനായെത്തിയ CPIM നേതാവ് VN വാസവൻ ഇന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി എത്തുമ്പോഴുള്ള ജനങ്ങളുടെ ഐക്യദാർഢ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഓഫീസിൽ പ്രതിഫലിക്കുന്നത്. മുറിവിൽ മുളക് തേച്ചവരല്ല, ദുരന്തമുഖത്ത് കരുത്തായവരാണ് പാർലമെന്റിൽ എത്തേണ്ടത് എന്ന സന്ദേശവും ഇവർ ഓർമ്മിപ്പിക്കുന്നു. പ്രളയം വലിയ രൂപത്തിൽ വിഴുങ്ങിയ പ്രദേശമായിരുന്നു ഐമനം.
അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഞങ്ങളെ ഏറ്റവും അധികം സഹായിക്കുകയും ഞങ്ങളെ കരപിടിച്ചുയർത്തുകയും ചെയ്ത VN വാസവൻ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഇത് പ്രളയ കാലഘട്ടത്തിൻ്റെ ഒരു ശേഷിപ്പല്ല, കരകയറ്റി ഉയർത്തിയ ഒരു ജനതയുടെ ആത്മവിശ്വാസം കൂടിയായിട്ടാണ് ഞങ്ങൾ ഇന്നിങ്ങനെ ഒരു ഓഫീസ് പണിതിരിക്കുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ആവേശകരമാണ്. എല്ലാ ദിവസവും വൈകിട്ട് ഇടതുമുന്നണി പ്രവർത്തകർ ഇവിടെ ഒത്തുകൂടി തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. പോരായ്മകൾ പരിഹരിച്ച് വീണ്ടും അവരിറങ്ങും ഇടതുപക്ഷത്തെ ഹൃദയപക്ഷമാക്കി മാറ്റാൻ. കല്ലുമടയിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് കാഴ്ച പകർത്തിയ ക്യാമറമാൻ സാംജിത് ആർ പുക്കരയോടൊപ്പം PP പ്രശാന്ത്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി BS യെദ്യൂരപ്പ BJP കേന്ദ്ര നേതാക്കൾക്ക് കോടികൾ നൽകിയെന്ന വെളിപ്പെടുത്തലിനെ സജീവ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കാൻ കോൺഗ്രസ്. മേഹി ചൌക്കിദാർ എന്ന പേരിൽ BJP നടത്തുന്ന പ്രചരണത്തിന് വിലങ്ങിടാൻ റഫാലിനൊപ്പം എഡ്ഡി ഡയറിയും വിഷയമാക്കാനാണ് കോൺഗ്രസ് തീരുമാനം. എന്നാൽ മറുപടിയുമായി DK ശിവകുമാറിനെതിരായ ആരോപണങ്ങൾ ഉയർത്തിയായിരിക്കും BJP പ്രതിരോധിക്കുക. അഴിമതി ആരോപണങ്ങൾ കൊണ്ടും അതിരുവിട്ട ധനസമ്പാദനം കൊണ്ടുമെല്ലാം നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിന്ന കർണാടകയിലെ കോൺഗ്രസ് നേതാവാണ് DK ശിവകുമാർ. സംസ്ഥാനത്തെ കോൺഗ്രസ് JDS സഖ്യ സർക്കാരിനെ താഴെയിറക്കാൻ BJP നടത്തിയ ഓപ്പറേഷൻ താമരയെ കോൺഗ്രസ് പരാജയപ്പെടുത്തിയത് DKയുടെ തന്ത്രങ്ങളിലൂടെയായിരുന്നു. അതിനാൽ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികൾ എല്ലാ കാലത്തും DK ശിവകുമാറിന്റെ പിന്നിലുണ്ടായിരുന്നു. 2016-ൽ DK ശിവകുമാറിന്റെ വീട്ടിൽ നടത്തിയ ഒരു റെയ്ഡിലായിരുന്നു യെദ്യൂരപ്പയെയും BJP കേന്ദ്ര നേതാക്കളെയും പ്രതിരോധത്തിലാക്കിയ വിവാദ ഡയറിയുടെ വരവ്. റെയ്ഡിനിടെ ഡയറിക്കുറിപ്പിന്റെ പകർപ്പ് DK തന്നെയാണ് ആദായ നികുതി വകുപ്പിന് നൽകിയത്. എന്നാൽ ഒറിജിനൽ കണ്ടെത്താനായിട്ടില്ലെന്നും രേഖയുടെ ഉറവിടം വ്യക്തമാക്കാൻ DK ശിവകുമാർ തയ്യാറായില്ലെന്നും ആദായ നികുതി വകുപ്പ് പറയുന്നു. രേഖയുടെ ആധികാരികത സംബന്ധിച്ച തർക്കങ്ങളിൽ തീരുമാനം ആയാലും ഇല്ലെങ്കിലും വിഷയം പ്രചാരണ വിഷയമാക്കി ചർച്ചയാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുക. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് പ്രചാരണ വേദികളിൽ ആരോപണം ഉയർന്നു കേൾക്കും. ഇതിനെ DK ശിവകുമാറുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകൾ പുറത്തുവിട്ട BJP പ്രതിരോധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ബാംഗ്ലൂരിലെ സ്റ്റീൽ ഫ്ളൈ ഓവർ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട ഒരു ഡയറി കണ്ടെത്തിയിട്ടുണ്ടെന്നും അതിൽ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേരുകൾ പരാമർശിക്കുന്നുണ്ടെന്നുമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞത്. ചുരുക്കത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളിൽ കലുഷിതമാകുന്ന ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേരള കേന്ദ്ര സർവകലാശാലയിൽ ഗവേഷക പ്രബന്ധം തിരഞ്ഞെടുക്കാനുള്ള വിദ്യാർത്ഥികളുടെ അവകാശം നിഷേധിച്ച അധികൃതരുടെ ഉത്തരവ്. സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായുള്ള ഈ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. കേരള സർവകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം പ്രൊഫസർ മീന T. പിള്ള സ്ഥാനം രാജിവെച്ച് പ്രതിഷേധം പ്രകടിപ്പിച്ചു. സർവകലാശാലകളിൽ ഗവേഷക വിദ്യാർത്ഥികൾക്ക് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിൽ ഗവേഷണം നടത്തുന്നതിന് അവസരം നൽകി വരുന്നതാണ് നിലവിലുള്ള കീഴ്വഴക്കം. ഈയിടെ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം വിളിച്ചു ചേർത്ത കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർമാരുടെ യോഗത്തിൽ ഉണ്ടായ നിർദ്ദേശപ്രകാരമാണ് പ്രബന്ധ വിഷയം തെരഞ്ഞെടുക്കാനുള്ള വിദ്യാർത്ഥികളുടെ അവകാശത്തിന് തടയിടുന്നത്. ദേശീയ മുൻഗണനാ വിഷയങ്ങളിൽ ഗവേഷണം നടത്തണമെന്നാണ് പുതിയ നിർദ്ദേശം. ഇതു സംബന്ധിച്ച് കേരള കേന്ദ്ര സർവകലാശാല ഇറക്കിയ ഉത്തരവിനെതിരെ ഉയരുന്നത് ശക്തമായ പ്രതിഷേധം. കേരള കേന്ദ്ര സർവകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം ഡോക്ടർ മീന T. പിള്ള സ്ഥാനം രാജിവെച്ചു. ഗവേഷണ വിഷയം തിരഞ്ഞെടുക്കാനുള്ള വിദ്യാർത്ഥികളുടെ സ്വതന്ത്രാവകാശം ഇതോടെ നഷ്ടമായതായി പ്രൊഫസർ മീന T. പിള്ള പറഞ്ഞു. നാളെ മലയാളം ഭാഷ പഠിക്കണ്ട, ഹിന്ദി പഠിച്ചാൽ മതി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് ആരുടെ പ്രയോറിറ്റിയാണ്? അപ്പം നമ്മളുടെ ഭാഷയും നമ്മളുടെ സംസ്കാരവും നമ്മളുടെ നവോത്ഥാനവും നമ്മളുടെ ചെറിയ ചെറിയ ജീവിതചര്യകളും രീതികളും ഒക്കെ പഠിക്കാൻ അത് ഏത് നാഷണൽ പ്രയോറിറ്റിക്കുള്ളിൽ പെടുത്തും? അത് എന്ത് തരം പ്രസക്തം അപ്രസക്തം എന്നുള്ള ദ്വന്ദ്വത്തിനുള്ളിൽ നിർത്തിക്കൊണ്ട് നമ്മൾ പഠിക്കും? ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. പ്രാദേശിക പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ഗവേഷണം നടത്താനുള്ള വിദ്യാർത്ഥികളുടെ അവകാശം പുതിയ ഉത്തരവ് പ്രകാരം നഷ്ടമാകും. ദേശീയ മുൻഗണന പ്രാധാന്യ വിഷയമെന്നത് സംഘപരിവാർ താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള ഗവേഷണമായി പരിമിതപ്പെടുമെന്നാണ് പൊതുവെയുള്ള ആശങ്ക. കേന്ദ്ര സർവകലാശാല നീക്കത്തിൽ AKPCTA പ്രതിഷേധം രേഖപ്പെടുത്തി. സണ്ണി ജോസഫ്, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രവാസ ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ മെഗാ ഷോ ആയി കൈരളി TV ഇശൽ ലൈല. മലയാള ചലച്ചിത്ര രംഗത്തെ പ്രതിഭകളുടെ അപൂർവ സംഗമം കൂടിയായിരുന്നു കൈരളി TV ദുബായിൽ സംഘടിപ്പിച്ച മെഗാ ഷോ. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാം. മാപ്പിളപ്പാട്ടുകളുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച കൈരളി TV ഇശൽ ലൈല അവാർഡ് നിശയുടെ 5ാമത് പതിപ്പാണ് ദുബായ് ഇത്തിസലാത്ത് അക്കാദമിയിൽ നടന്നത്. മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാനുമായ മമ്മൂട്ടിയുടെ സാന്നിധ്യം അവാർഡ് നിശയെ ശ്രദ്ധേയമാക്കി. മോഹൻലാൽ, പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ടോവിനോ തോമസ്, മുരളി ഗോപി, ആശ ശരത് തുടങ്ങിയവരുടെ സാന്നിധ്യവും ഇശൽ ലൈലയെ വേറിട്ടതാക്കി.
സംഗീത രംഗത്ത് അതുല്യ സംഭാവനകൾ നൽകിയ ഗന്ധർവ ഗായിക KS ചിത്ര, സംഗീത സംവിധായകൻ ഗോപി സുന്ദർ, അഫ്സൽ, അൻഷി ഫാത്തിമ എന്നിവർക്ക് മമ്മൂട്ടി അവാർഡുകൾ സമ്മാനിച്ചു. മാപ്പിളപ്പാട്ട് പരിപോഷിപ്പിക്കാൻ കൈരളി TV നടത്തുന്ന ശ്രമങ്ങൾക്ക് ലഭിക്കുന്ന പിന്തുണ ഏറെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മമ്മൂട്ടി പറഞ്ഞു. മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന ഒരു സംഗീത ശാഖ ഇത്രത്തോളം ജനകീയമാക്കിയെടുത്തത് കൈരളിയാണെന്ന് അറിയുന്നതിലും പറയുന്നതിലും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അത് സാമാന്യ ജനങ്ങളിലേക്കും സാധാരണക്കാരിലേക്കും അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ, ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം സംഗീതമല്ല, കലയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ കൈരളിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ 5ാമത്തെ സീസണാണ്. ഓരോ പ്രാവശ്യവും ഈ സംഗീത ശാഖയെ അല്ലെങ്കിൽ ഈ സംഗീതത്തെ അല്ലെങ്കിൽ സംഗീത വിഭാഗത്തെ ഞങ്ങളാൽ കഴിവത് ഞങ്ങൾ തേച്ചു മെനുക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യവും ഇതിൻ്റെ പ്രഭ, സൗന്ദര്യവും സംഗീതവും എല്ലാം വർദ്ധിച്ചു വരുന്നതായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ KS ചിത്ര ആലപിച്ചത് എല്ലാവരുടെയും മനം കവർന്നു. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബിട്ടാസ്, ഡയറക്ടർ VK അഷ്റഫ്, MK ഗ്രൂപ്പ് ഇന്റർനാഷണൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി MA, കൈരളി TV മിഡിൽ ഈസ്റ്റ് ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ EM അഷ്റഫ് എന്നിവർ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്തു. മോഹൻലാലിന്റെ പുതിയ ചിത്രമായ ലൂസിഫറിന്റെ ട്രെയിലറിന്റെ അവതരണവും ഇഷൈലൈല വേദിയിൽ നടന്നു. ചിത്രത്തിലെ താരങ്ങൾക്കൊപ്പം നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും വേദിയിലെത്തി. മമ്മൂട്ടിയാണ് ലൂസിഫറിന്റെ ട്രെയിലർ അവതരിപ്പിച്ചത്. ഒരു അഡാർ ലവ് നായിക നൂറിൻ ഷെരീഫ്, നടി മിയ ജോർജ് എന്നിവർ നൃത്തച്ചുവടുമായി ഇഷൈലൈല വേദിയെ ആവേശത്തിലാക്കി. ഗായകരായ അഫ്സൽ, റിമി ടോമി എന്നിവർ ഇഷൈലൈലയിൽ സംഗീത മഴയൊരുക്കി. കാലിനിസാരം സീരിയൽ താരങ്ങളുടെ പ്രകടനവും ഇഷൈലൈല വേദിയുടെ മാറ്റുകൂട്ടി. UAE-ലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ ഫാഷൻ ഷോയുമായി ഇഷൈലൈല വേദിയിലെത്തിയത് ഏറെ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, ദുബായ്.